അല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ബംഗാളിൽ പോകുന്നതിന് തടസ്സമില്ലല്ലോ. അവിടെ ഞങ്ങളുമായിട്ട് സഖ്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ ഞങ്ങളുമായിട്ടുള്ള സഖ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ ബംഗാളിൽ പോകുന്നതിന് എന്താ തടസ്സം? ഇത് ബംഗാളിൽ പോയാൽ മോഡിക്ക് വല്ലതും തോന്നിയെങ്കിലോ എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബംഗാളിൽ ഇത്തവണ പോകുന്നതിന് ഒരു തടസ്സവുമില്ല. സത്യം പറഞ്ഞു, ആകെ മാർക്സിസ്റ്റ് പാർട്ടി ഈ സ്റ്റേറ്റുകളിൽ കാര്യമായിട്ട് മത്സരിക്കുന്ന കേരളം കഴിഞ്ഞാൽ ബംഗാളാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 5 സീറ്റും 2 സീറ്റൊക്കെ മത്സരിക്കുന്നുള്ളൂ. ബംഗാളാണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം ബംഗാളിൽ പോകേണ്ടതാണ്. എന്താണ് പോകാത്തതെന്ന് അറിഞ്ഞുകൂടെ. പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മോഡിയെ പ്രയാസപ്പെടുത്തണ്ട എന്നുള്ള ധാരണ കൊണ്ടായിരിക്കും. നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ അത് കേരള ഗവൺമെൻറ് തന്നെ വലിയ തോതിൽ പരസ്യം കൊടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയാണ്. എല്ലാ ചാനലുകളിലും അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പ്രസിദ്ധീകരിച്ച കാര്യത്തിൽ മോഹൻലാൽ പറയുന്നുണ്ട്, താങ്കൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, അതോടൊപ്പം താങ്കൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ രക്ഷകനാണ് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് പിണറായി വിജയനെ പുഞ്ചിരിപ്പിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധമായി പുഞ്ചിരിക്കാത്ത പിണറായി വിജയൻ മോഹൻലാലിനോടൊപ്പം വലിയ തോതിൽ പുഞ്ചിരിക്കുകയും ഉണ്ടായി, പൊട്ടിച്ചിരിക്കുകയൊക്കെ ഉണ്ടായി. പൊട്ടിച്ചിരിക്കാൻ എന്താണെന്നറിയാത്ത നേതാവായ പിണറായി വിജയൻ ക്രൂരതയുടെ മുഖം മാത്രമായിരുന്നു എന്നുള്ള കാര്യം മോഹൻലാലിനും അറിയാം. TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി 52 കഷ്ണങ്ങളാക്കിയ പാരമ്പര്യമുള്ള പിണറായി വിജയൻ അതുപോലെ എത്ര കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ പ്രചരണം കേരളത്തിൽ കഴിഞ്ഞു. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായ പിണറായി വിജയൻ കേരളത്തിൽ ഹെലികോപ്റ്റർ സഞ്ചരിച്ച് എല്ലാ സ്ഥലത്തും പ്രചരണത്തിനെത്തിയിരുന്നു. അദ്ദേഹം എല്ലാ സ്ഥലത്തും ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഇറക്കി ഏകദേശം 1000-ഓളം ആളുകളെ ഇറക്കി സിന്ദാബാദ് സിന്ദാബാദ് ക്യാപ്റ്റൻ സിന്ദാബാദ് എന്ന് വിളിപ്പിച്ചിരുന്നു. അങ്ങനെ കേരള ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തിയുള്ള മറ്റൊരു സ്ഥലം ബംഗാളിലും ഇലക്ഷൻ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ അവിടെ ഇലക്ഷൻ പ്രചരണത്തിന് പോകണ്ടേ? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പോകാത്തത്? കാരണം പിണറായി വിജയൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മോദി കണ്ണൂരിട്ടും. ഇവിടെ കേരളത്തിൽ 130 സീറ്റുകളിൽ CPM-ന് അനുകൂലമായി BJP വോട്ട് ചെയ്യണമെന്നും 10 സീറ്റുകളിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുള്ള ധാരണയാണ് ഉണ്ടായിരുന്നത്. ആ ധാരണപ്പുറത്ത് കൃത്യമായി വേറെ യാതൊന്നും BJPക്കെതിരെ മിണ്ടാൻ പാടില്ല എന്ന് ധാരണയുള്ള പിണറായി വിജയന് ബംഗാളിൽ പോയി CPM-ന് വേണ്ടി പ്രചരണം നടത്താൻ പറ്റുമോ? ഇന്ത്യയിൽ ഏക CPM മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം ബംഗാളിൽ പോയി പ്രചരണം നടത്തണ്ടേ? ഇതിനെക്കുറിച്ച് ശ്രീ K. മുരളീധരൻ പറയുന്ന പരാമർശമാണ് തുടക്കത്തിൽ കേട്ടിട്ടുള്ളത്. അതായത് കേരളത്തിൽ നിന്ന് അദ്ദേഹം ബംഗാളിലേക്ക് പോയാൽ അവിടെ നിന്ന് നരേന്ദ്രമോദി കണ്ണൂരിട്ടും നരേന്ദ്രമോദിക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും തന്നെ പിണറായി വിജയൻ പറയില്ല. കാരണം അവർ തമ്മിൽ ധാരണയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ ലാവ്ലിൻ കേസ്, അതേപോലെ ഉള്ളതാണ് നമ്മുടെ മകൾ ഉൾപ്പെട്ട കരിമണൽ കടത്തയുടെ കള്ള കേസുകൾ. ഇതിലൊക്കെ തന്നെ പിണറായി വിജയൻ മുഖ്യപ്രതിയാണ്. കുടുംബം മുഖ്യപ്രതികളാണ്. അവരെല്ലാവരും ജയിലിൽ പോകേണ്ടതാണ്. പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന കാര്യം തൂക്കിയെടുത്തുകൊണ്ടോവില്ലേ പിണറായി വിജയനെയും കുടുംബത്തെയും? ജയിലിൽ കിടക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് എവിടെ പോകാത്തത്, ബംഗാളിലേക്ക് പോകാത്തത് എന്നാണ് ഇൻഡയറക്റ്റായി K. മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് സത്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ നായകനായ, ലോകത്തിലെ കാറൽ മാർക്സിന് ശേഷം ലെനിന് ശേഷം ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വിപ്ലവ ആചാര്യനാണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത്. എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് വായിച്ച് അഭിനയിക്കുന്ന മോഹൻലാലിന് 10 കോടി രൂപ കൊടുത്തു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളൊന്നും സത്യമല്ല എന്നും പൊട്ടൻ കണ്ടിലെ തവള മാത്രമാണ് പിണറായി വിജയനെന്നും അറിയാത്തവരാരുണ്ട് ഈ കേരളത്തിൽ? ഇന്ന് CPM-ൻ്റെ അണികൾക്ക് തന്നെ അറിയാം പിണറായി വിജയൻ കള്ളനും കൊള്ളക്കാരനും തട്ടിപ്പുകാരനും മാഫിയ തലവനുമാണെന്ന് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, കൊള്ളയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നുവെന്നും എന്നുള്ള കാര്യം എല്ലാ സഖാക്കൾക്കറിയാം, പ്രത്യേകിച്ച് കണ്ണൂരിലെ സഖാക്കൾക്കറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ വ്യാപകമായ രൂപത്തിൽ CPM-ൻ്റെ ഉള്ളിൽ അണപൊട്ടി ഒഴുകിയ പ്രതിഷേധം വന്നത്. എന്തായാലും എന്താണോ VS അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞത് അത് സത്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നന്ദി, നമസ്കാരം.